ഇനി പറ, എന്താ വന്ന കാര്യം? ഞങ്ങള് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. നന്ദിയോ? എന്ത് നന്ദി? എന്റെ ജോലി വെള്ളം ചേർത്തിന്റെ വിഷമാണ് എനിക്ക്. ഇന്നേ വരെ ഞാൻ എന്റെ യൂണിഫോമിനോട് നീതികേട് കാണിച്ചിട്ടില്ല. പക്ഷെ ഇസബല്ലയ്ക്ക് വേണ്ടി ഇപ്പോ ഏട്ടന്റെ മകളാണെങ്കിലും എന്റെയും ഭാര്യയുടെ ജീവൻ തന്നെയാ ഇസബല്ല. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. പക്ഷേ ആ ശൂന്യത അറിയിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിന് ചന്തവും സന്തോഷവും നൽകുന്നത് ഞങ്ങളുടെ ഇസബല്ല മോള. അവള് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. അവളെ തന്നെ നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചല്ലോ. സാർ ക്ഷമിക്കണം. എനിക്കിതൊരു ജീവൻ മരണ പോരാട്ടം പോലെ ആയിരുന്നു. എൻ്റെ ജീവൻ കൊടുത്തും എനിക്ക് നന്ദനെ രക്ഷിച്ചേ പറ്റുള്ളായിരുന്നു. പിന്നെ ഞാനും ഇതിൽ ഉൾപ്പെട്ടു പോയല്ലോ. എനിക്കും രക്ഷപ്പെടണ്ടേ? സാർ, പാവോ സാർ, ഇവൻ മനസ്സറിവോടല്ല അവൻ ഇത് ചെയ്തത്. പിന്നെ ഋഷി ജീവിച്ചിരുന്ന എവന്റെ കുടുംബത്തെ അവൻ വകവരുത്തുമായിരുന്നു. ഒന്നല്ല 3 പ്രാവശ്യം അവൻ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞത്. 2 വട്ടം ജീവൻ എടുക്കാൻ നോക്കി. സ്വന്തം അമ്മയോട് ഈ രീതിയിൽ പ്രതികരിച്ച ഒരുത്തനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സാർ? എന്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? കെവിൻ പറഞ്ഞ പോലെ കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല. അമ്മയെ അവഹേളിക്കുന്ന കേട്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. എന്തായാലും സാറിനെ രക്ഷിച്ചു. ഈ നന്ദിയും കടപ്പാടും മരണം വരെ ഉണ്ടാവും സാർ. ഏയ് നന്ദ, ഈ നന്ദിയും കടപ്പാടും കാണിക്കേണ്ടത് എന്നോടല്ല, ദേ ഈ കൂട്ടുകാരനോട്. ഇങ്ങനൊരു കൂട്ടുകാരനുണ്ടാവാന്ന് വെച്ചാ വലിയ ഭാഗ്യമാ. സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കുക. അരുന്ധതി മാഡം സാറിന് പരാതി തന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു. അങ്ങനെയാ ഇസബല്ല സാറിൻ്റെ ഏട്ടൻ്റെ മോളാണെന്ന് അറിഞ്ഞത്. പക്ഷെ ഞാൻ അവളെ വിളിച്ചില്ല. നന്ദനെ DYSP ഓഫീസിലോട്ട് വിളിച്ചു വരുത്തിയപ്പോഴും ഞാൻ അവളെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ചോദ്യം ചെയ്യലിൻ്റെ അവസാനം സാറ് വീഡിയോ കാണിച്ചപ്പോൾ അപകടം മണത്തു. ഞങ്ങൾ പെട്ടുപോകുമെന്ന് ഉറപ്പായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ ഇസബല്ലേ വിളിച്ചു. ഇനി എന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ല സാർ. ഗുഡ്. ഈ വാക്ക് കീപ്പ് ചെയ്യാൻ നന്ദൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ നല്ല മാന്യനായിട്ട് ജീവിക്കുകയും വേണം. കെവിനോടും എനിക്കിതേ പറയാനുള്ളൂ. കൂട്ടുകാർക്ക് വേണ്ടി നിൽക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ക്രൈമിൽ പങ്കാളിയായല്ല ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തേണ്ടത്. എന്തായാലും രണ്ടാളും സമാധാനമായിട്ട് പോകും. ഈ ഇഷ്യൂ എന്നേക്കുമായിട്ട് അവസാനിച്ചു. അല്ല സാർ, അരുന്ധതി മാഡം ഇനിയും പരാതി വിട്ട് വന്ന അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കിയ അത് ഇപ്പം തന്നെ ക്ലിയർ ചെയ്തേക്കാം. ഹലോ സാർ. ഹലോ മാഡം, ഞാൻ DYSP ഐസക്കാണ്. മനസ്സിലായി സാർ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഋഷി എവിടെയാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? മാഡം, ഋഷി എന്തായാലും കേരളത്തിലില്ലെന്നുള്ള കാര്യം 100% ഉറപ്പായി കഴിഞ്ഞു.